പോയിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തനാണ് പ്രിയപ്പെട്ട സോമൻ ബേബിയെങ്കിൽ. താങ്കളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണല്ലോ അവിടുത്തെ രാജാവുമായിട്ടുള്ള അഭേദ്യമായൊരു ബന്ധം. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കാനുള്ള അപൂർവമായ ഭാഗ്യം അങ്ങയ്ക്ക് മാത്രമല്ല, പിന്നെ വന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ അങ്ങയുടെ മകൾക്കും ദൈവവചനം വായിക്കാനുള്ള അപൂർവ ഭാഗ്യം സിദ്ധിച്ചു. എങ്ങനെയാണ് ഈ അനുഭവം കൈവന്നത്? ദൈവകൃപ ഒന്ന് മാത്രമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഞാൻ ബഹ്റൈനിലായിട്ടിപ്പോൾ 37 വർഷമായി. അതിനു മുമ്പ് മലയാള മനോരമയിലായിരുന്നു 5 വർഷം. 1978 ഞാൻ ബഹ്റൈനിലെത്തുന്നു. ഗൾഫ് ഡെയിലി ന്യൂസ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായി. ഒടുവിൽ 5-6 വർഷം മുമ്പ് സ്വന്തമായി ഞാനും എൻ്റെ സ്നേഹിതനും കൂടെ ഒരു പത്രം ഏറ്റെടുത്ത് ഡെയിലി ട്രിബ്യൂൺ എന്ന പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ആണ് ദൈവം എന്നെ അങ്ങോട്ട് അയച്ചത് എന്ന് ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ത് പ്രയോജനം? യേശുക്രിസ്തു എത്രയോ അർത്ഥമുള്ള ഒരു കാര്യമാണ്. ഉപ്പിന് കാരമില്ലാതെ പോയാൽ അത് തന്നെയാണ് നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം തരികയാണ്. ഉപ്പിൻ്റെ പല ഗുണങ്ങളെ പറ്റി പാസ്റ്റർ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു ഗുണം രുചി വരുത്തുന്നു സാധനങ്ങൾക്ക്. അത് കൂടാതെ മുറിവുണക്കുവാൻ പോലും ഉപ്പിന് കഴിയും. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യം ബഹ്റൈൻ ഒരു കൊച്ചു ഗൾഫ് രാജ്യമാണ്. ഏറ്റവും അധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഗൾഫ് രാജ്യമാണ്. പക്ഷെ അവിടെയും ജീവിതത്തിൻ്റെ മുറിവുകളുമായിട്ട് കഴിയുന്ന അനേകായിരങ്ങളുണ്ട്. ലേബർ ക്യാമ്പുകളിലൊക്കെ കഷ്ടപ്പെടുന്നവർ, വേദനിക്കുന്നവർ, സ്പോൺസറുമായിട്ട് പ്രശ്നം കാരണം മടങ്ങി വരാൻ കഴിയാതിരിക്കുന്നവർ, രോഗികളായിട്ട് കിടക്കുന്നവർ, അങ്ങനെ ഒരുപാട് സഹോദരിമാരൊക്കെ അവരുടെ ജീവിതത്തിലെ മുറിവുകളെ കുറച്ചെങ്കിലും ഉണക്കുവാൻ ദൈവമേ എനിക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ആരംഭിക്കും. അതിന് ഒരുപാട് അവസരങ്ങൾ ദൈവം തന്നു, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.